ട്രെയിനുകൾ വഴി കടത്താൻ ശ്രമിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവും മദ്യവും പാലക്കാട് ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള എക്സൈസ് വകുപ്പും ചേർന്ന് പിടികൂടി. മാർച്ച് 2, 3 തീയതികളിൽ നടത്തിയ പ്രത്യേക റെയിൽവേ ഡ്രൈവിലാണ് 30 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തത്. പാലക്കാട് ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേരള എക്സൈസ് വകുപ്പ് 2 ദിവസത്തെ റെയിൽവേ ഡ്രൈവിൽ 30 ലക്ഷത്തിലധികം വിലമതിക്കുന്ന കള്ളക്കടത്ത് പിടികൂടി. റെയിൽ ശൃംഖലയിലൂടെ അനധികൃത കള്ളക്കടത്ത് ലക്ഷ്യമിട്ട് പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത സംഘങ്ങൾ മാർച്ച് 2 മുതൽ 3 വരെ തീവ്രമായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് നടത്തി. ഡിവിഷനിലുടനീളമുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന 2 ദിവസത്തെ ഓപ്പറേഷനിൽ 29.90 ലക്ഷം വിലമതിക്കുന്ന 59.8 കിലോഗ്രാം ഉണങ്ങിയ കഞ്ചാവും 17,000 രൂപ വിലമതിക്കുന്ന 13.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഡ്രൈവിലെ ഏറ്റവും വലിയ ഒറ്റവേട്ട പാലക്കാട് ജംഗ്ഷനിൽ രേഖപ്പെടുത്തി. അവിടെ ജനറൽ കോച്ചിലും പ്ലാറ്റ്ഫോമിലും നടത്തിയ പരിശോധനയിൽ 26.95 ലക്ഷം രൂപ വിലമതിക്കുന്ന 53.9 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.95 ലക്ഷം രൂപ വിലമതിക്കുന്ന 3.9 കിലോഗ്രാം കഞ്ചാവും തൊണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന 2 കിലോഗ്രാം കഞ്ചാവും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 13.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു. റെയിൽവേ റൂട്ടുകളിലൂടെയുള്ള മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും നീക്കത്തെ ചെറുക്കുന്നതിൽ വകുപ്പുകൾ തമ്മിലുള്ള സുസ്ഥിരമായ ഏകോപനമാണ് ഈ ഓപ്പറേഷൻ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. പാലക്കാട് ഡിവിഷനിലുടനീളം സുരക്ഷിതവും നിയമപാലനപരവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള RPF-ന്റെ പ്രതിബദ്ധത ഇത് വീണ്ടും ഉറപ്പിക്കുന്നു.